നെയ്യാറ്റിൻകരയിലെ ഗോപന്റെ സമാധി സ്ഥലത്തെ കല്ലറ അനുയോജ്യമായ സമയത്ത് പൊളിക്കുമെന്ന് ജില്ലാ കളക്ടർ. സ്ഥലത്തെ സാഹചര്യം പരിശോധിച്ച് സമാധാനപരമായിട്ടാകും കല്ലറ പൊളിക്കുക. ക്രമസമാധാന പ്രശ്നമില്ലെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ടെന്നും കളക്ടർ അനുകുമാരി വ്യക്തമാക്കി. ജിബിൻ ജെബിയാണ് വിവരങ്ങളുമായുള്ളത്. ജിബിനി, അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് ഏതാണ്? ഇവിടെ ഏറ്റവും ക്രൂഷ്യലായ മൃതദേഹ പരിശോധനയാണ് നടക്കേണ്ടത്. അപ്പോൾ മൃതദേഹം മനുഷ്യ ശരീരം അഴുകും എന്നറിയാം. അപ്പോൾ കൃത്യമായ മെഡിക്കൽ റിപ്പോർട്ട് വേണം എങ്കിൽ അത് താമസം വിന നടത്തേണ്ട ഒരു പരിശോധനയാണ് എന്നിരിക്കെ എന്തിനാണ് ജില്ലാ ഭരണകൂടം കാത്തിരിക്കുന്നത്? ആരെയാണ് ജില്ലാ ഭരണകൂടം ഭയക്കുന്നത്? അഭിലാഷ്, അത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സമാധിയുമായി ബന്ധപ്പെട്ട ആ ഒരു ദുരൂഹതകൾ ആരംഭിച്ചിട്ട് ഈ ഗോപൻ സ്വാമി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഉച്ചയ്ക്ക് രാവിലെ 11 മണിയോടുകൂടി ഈ കാണുന്ന സ്ഥലത്ത് വന്ന സമാധിയാകുന്നു എന്ന് പറഞ്ഞ ആ ഒരു ഈ കാണുന്ന ഈ കോൺക്രീറ്റ് അറയ്ക്കുള്ളിൽ അദ്ദേഹം ഇരുന്നത്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ചയോളം തന്നെ പിന്നിടുകയാണ്. ഇപ്പോഴും ഈ ജില്ലാ ഭരണകൂടവും പോലീസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യം മാത്രമാണ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ കളക്ടറിനെ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ചർച്ചയ്ക്ക് ശേഷം ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇത് പൊളിക്കുമെന്ന കുടുംബത്തെ ഉൾപ്പെടെ ആ ചർച്ചയ്ക്കൊടുവിൽ ജില്ലാ ഭരണകൂടം അറിയിച്ചതാണ്. പക്ഷേ ഇതിനുശേഷം ഒരു തുടർ നടപടികൾ ഈ 3 ദിവസം കഴിഞ്ഞിട്ടും ഉണ്ടായിട്ടില്ല. രാവിലെ തന്നെ കളക്ടർ പറഞ്ഞത് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇവിടെ ക്രമസമാധാന പ്രശ്നങ്ങളില്ല എന്നുള്ള റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനടി ഇവിടെ നടപടി ഉണ്ടായി മൃതദേഹം പുറത്തെടുത്തുകൊണ്ടുള്ള പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകുമെന്നാണ് കളക്ടർ പറഞ്ഞത്. ഇതിനുശേഷം തൊട്ടു പിന്നാലെ തന്നെ നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് മറ്റ് ക്രമസമാധാന പ്രശ്നങ്ങളില്ല, ഈ സാമുദായിക സംഘടനകളായിട്ടൊക്കെ തന്നെ ചർച്ച നടത്തിയിട്ടുണ്ട്, മറ്റു പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ കളക്ടർക്ക് അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് നൽകി. പക്ഷേ ഈ റിപ്പോർട്ട് കിട്ടി നടപടിയെടുക്കുമെന്ന് പറഞ്ഞ കളക്ടറിനെ തൊട്ടടുത്ത് നമ്മൾ വീണ്ടും കളക്ടറുമായി സംസാരിച്ചപ്പോൾ പറയുന്നത് ഏറ്റവും ഉചിതമായ ഒരു സമയത്ത് ഉണ്ടാവും, അത് എപ്പോഴാണെന്ന് പറയാൻ സാധിക്കില്ല എന്നാണ് കളക്ടറുടെ ഭാഗത്ത് നിന്ന് മറുപടി ലഭിച്ചത്. ഈ ഉചിതമായ സമയം ജിബിൻ 41 ദിവസത്തെ പ്രാർത്ഥന പൂർത്തീകരിക്കണം എന്നുള്ളതൊക്കെയാണ് ആവശ്യമെന്ന് പറയുന്നത്. ഒരു മൃതദേഹ പരിശോധന 41 ദിവസം കഴിഞ്ഞ് അസ്വാഭാവിക മരണമാണ് എന്ന പരാതി അടക്കമുള്ളപ്പോൾ 41 ദിവസം കഴിഞ്ഞ് പരിശോധന നടത്താൻ കഴിയുകയുള്ളൂ എന്നൊരു നിലപാട് എങ്ങനെയാണ് എടുക്കാൻ കഴിയുന്നത്? ഇവിടെ സ്റ്റേറ്റിന് ഒരു വോയിസ് ഇല്ലേ? അത് ഈ പറയുന്ന അതായത് കുടുംബം പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞാൽ കുടുംബം അതുപോലെ തന്നെ കുടുംബത്തിന്റെ അഭിഭാഷകനും പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടം കുടുംബത്തിന് നേരിട്ടെത്തിക്കൊണ്ട് ഇത് എന്നാണ് ഈ ഒരു സമാധി എന്നാണ് പൊളിച്ച് മൃതദേഹം പുറത്തെടുക്കുക എന്ന തരത്തിൽ കുടുംബത്തിന് കൃത്യമായി സമയം പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് നൽകുമെന്നാണ് അന്ന് നടന്ന ചർച്ചയ്ക്കൊടുവിൽ കുടുംബത്തെ അറിയിച്ചിരുന്നത്. ഈ ഒരു കത്ത് കയ്യിൽ കിട്ടിയാലാണ് കുടുംബം ഹൈക്കോടതിയെ സമീപിക്കും. ഇന്ന് രാവിലെയോടുകൂടി തന്നെ കത്ത് കിട്ടും, തുടർന്ന് ഏകദേശം ഉച്ചയോടുകൂടി തന്നെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് കുടുംബം പറയുന്നത്. പക്ഷേ ഈ കുടുംബം ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സമാധി സംബന്ധിച്ച് 41 ദിവസത്തെ ചടങ്ങുകൾ പൂജകളും ഒക്കെ തന്നെ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ദിവസങ്ങളിൽ ഈ നടപടി ഉണ്ടാകാൻ പാടില്ല എന്ന് കോടതിയെ അറിയിക്കുമെന്നാണ് കുടുംബം പറയുന്നത്. പക്ഷേ ഇതിൽ ഈ പറഞ്ഞ മധു പറഞ്ഞതുപോലെ തന്നെ ഈ 41 ദിവസം ഈ ഒരു മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്താതെ കാത്തിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു മരണം സംബന്ധിച്ച് ഉള്ള ദുരൂഹതകളൊക്കെ തന്നെ നീങ്ങുന്നതിന് വളരെയധികം പ്രശ്നങ്ങളുണ്ട്. കാരണം ഇത്രയും ദിവസം കഴിഞ്ഞ് മൃതദേഹം പുറത്തെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ യഥാർത്ഥ കാരണങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമോ എന്നുള്ള ഈ മെഡിക്കൽ സംഘത്തിനൊക്കെ തന്നെ പരിശോധന നടത്താൻ സാധിക്കുമോ എന്നുള്ള കാര്യമൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു സംശയം നേരിലാണ്. എന്തായാലും ജില്ലാ ഭരണകൂടത്തിന്റെ കാര്യമാണ്, ജില്ലാ ഭരണകൂടത്തിന്റെ കയ്യിലാണ് ഇപ്പോഴും കാര്യങ്ങൾ ഇരിക്കുന്നത്. ജില്ലാ ഭരണകൂടം ഇത് പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്തണമെന്ന് പോലീസിന് നിർദ്ദേശം നൽകി കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത നിമിഷം തന്നെ ഇത്തരത്തിലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ പോലീസും തയ്യാറാണ്. പോലീസും നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിട്ടുള്ളത് അതാണ്. കാരണം എത്രയും വേഗം തന്നെ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകളൊക്കെ തന്നെ നീക്കേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസം ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ പറഞ്ഞതാണ് ഇവിടെ അവർക്കെല്ലാം അറിയേണ്ടത് ഇത് സാധാരണഗതിയിലുണ്ടായ ഒരു മരണമാണോ, ഒരു സമാധിയാണോ, അല്ലെങ്കിൽ ഈ മരണം സംബന്ധിച്ച് എന്തെങ്കിലും ദുരൂഹതകൾ ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ തന്നെ നാട്ടുകാർക്ക് ഉൾപ്പെടെ പൊതുസമൂഹത്തിനൊക്കെ തന്നെ വ്യക്തത ആവശ്യമുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം തന്നെ ഈ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി കളക്ടറുടെ ഉത്തരവ് കൂടി കിട്ടി. കളക്ടർക്ക് ഇത് പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്തണമെന്നുള്ള ഒരു ഉത്തരവ് കളക്ടർ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് ഏത് സമയത്ത് വേണമെന്നുള്ള ഒരു കാര്യത്തിലാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് വ്യക്തമായ ഒരു റിപ്പോർട്ട് പോലീസിന് കിട്ടിയിട്ടില്ലാത്തത്. എന്തായാലും ആ ഒരു എപ്പോൾ പൊളിക്കണം എന്നുള്ള ഒരു കാര്യം കൂടി ജില്ലാ ഭരണകൂടം അറിയിച്ചു കഴിഞ്ഞാൽ പോലീസ് ആ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പോലീസ് ചെയ്തിട്ടുണ്ടെന്നാണ് നെയ്യാറ്റിൻകര പോലീസ് ഡിവൈഎസ്പി അറിയിച്ചിട്ടുള്ളത്.